ഹായ് എവരിവൺ. കാരണമില്ലാതെ വിട്ടുമാറാവുന്നുണ്ടാകുന്ന ശരീരം വേദന, അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം ഇപ്പൊ പലരിലും കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ അവരുടെ ബ്ലഡ് ടെസ്റ്റോ സ്കാനിങ്ങോ എക്സ്റേസോ നോക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള രോഗാവസ്ഥകളും മറ്റു ഫൈൻഡിങ്സും കണ്ടെന്നു വരില്ല. ഈ ഒരു സിറ്റുവേഷന് പറയുന്നതാണ് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. ഇത് കൂടുതലും സ്ത്രീകളിലെയാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കണ്ടുവരുന്നത്. ഈ രോഗാവസ്ഥയിൽ മനസ്സും രോഗവും ഒരുപോലെ കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ കണ്ടുവരുന്നത്. ഫൈബ്രോമയാൾജിയ ഉണ്ടാവുന്ന പ്രധാന കാരണം അമിതമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സുമാണ്. ഇത്തരം സ്ട്രെസ്സും ടെൻഷനും ഉള്ളവർക്ക് ശരീരം പെട്ടെന്ന് മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവുന്നു, വേദന ഉണ്ടാവുന്നു. എസ്പെഷ്യലി കഴുത്തിന് ചുറ്റുമുള്ള മസിൽസിനും കൈമുട്ടുകളിലും എല്ലാമാണ്. കൂടാതെ ഉറക്കക്കുറവുണ്ടാവുന്നു, അതുപോലെ IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലൊരു പ്രശ്നം വരുന്നു, വയറിന് ഇറിറ്റേഷൻ വരുന്നു. ഇത് കൂടാതെ ചില ആളുകളിൽ ചിക്കൻ ഗുനിയ പോലുള്ള ചില രോഗാവസ്ഥകളിലോ ആമവാദം പോലുള്ള രോഗാവസ്ഥകൾ വന്നു പോയതിനു ശേഷം ഇത്തരം ഫൈബ്രോമയാൾജിയ കണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു രോഗാവസ്ഥയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരിക, നല്ല രീതിയിൽ ഉറങ്ങുക, സ്ട്രെസ്സും ടെൻഷൻസും കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക. അതുപോലെ ഭക്ഷണത്തിലാവട്ടെ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ, അമിത മധുരം അടങ്ങിയ, ഉപ്പിന്റെ കണ്ടന്റ് കൂടിയിട്ടുള്ള ട്രാൻസ് ഫാറ്റും പ്രോസസ്ഡ് ഫുഡും മാക്സിമം അവോയ്ഡ് ചെയ്യുക. പുകവലി ശീലം കുറയ്ക്കുക. നന്നായിട്ട് ചിട്ടയായിട്ടുള്ള ഒരു വ്യായാമം കൊണ്ടുവരിക. അതുപോലെ യോഗ, മെഡിറ്റേഷൻസ് എല്ലാം ഫോളോ ചെയ്യുക. നന്നായി വെള്ളം കുടിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. Thank you.